മേക്ക് വിത്ത് ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. നെറ്റ് കൊണ്ടുള്ള ഫ്രോക്കാണ്. റെഡ് കളറ് നമ്മൾ അതിൽ ബോ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ 3 മീറ്ററാണ് നമ്മൾ തുണി എടുത്തിരിക്കുന്നത്. ഇതൊരു 10 വയസ്സിൻ്റെ അളവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് ലൈനിങ് നമ്മൾ ഷിഫോണിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ യോക്ക് പോർഷന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് 4 പീസായിട്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള ലെങ്ത്ത് നിങ്ങൾ എടുക്കുക കേട്ടോ. 12 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത്. 1 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് കൂട്ടി 13 ഇഞ്ച് എടുത്തു. അതുപോലെ വിഡ്ത്ത് നമ്മുടെ ചെസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഷോൾഡർ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. അത് തന്നെ നമ്മൾ ആം ഹോളായിട്ട് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ വരയ്ക്കുന്ന ലൈന് നമുക്ക് വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്തു. റൈറ്റ് സൈഡിലേക്ക് നീട്ടി വരച്ച സ്ഥലത്ത് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെസ്റ്റ് ഇവിടെ 32 ആണ്. അപ്പം നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടി 9 ഇഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ ആം ഹോൾ ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് 9 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 8 ഇഞ്ചാണ് താഴെ വേസ്റ്റ് മാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ 9 ഇഞ്ച് ഒന്ന് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് നീട്ടി വരച്ചു കൊടുത്തു. ഇനി നമുക്ക് 1 ഇഞ്ച് മുകളിലേക്ക് ഇവിടെ നിന്ന് കയറ്റി മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. താഴത്തെ സ്കേർട്ട് പോർഷനും കൂടെ യോജിപ്പിക്കുമ്പോൾ അവിടെ തൂങ്ങി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി 1.5 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് നമ്മളുടെ തയ്യൽ തുമ്പാണ്. ഇനി 2.25 ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തത്. 3 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അതും ഒരു ബോക്സ് ആക്കി കൊടുത്തു. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്ക് നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ പോർഷനിലൂടെ കട്ട് ചെയ്തെടുക്കാം. താഴത്തെ ആർച്ച് വരച്ചത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ആം ഹോളിൻ്റെ അവിടെയും കട്ട് ചെയ്തു കേട്ടോ. ഇത്രയും പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. കാരണം നല്ല തുണി എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ കട്ടിങ്ങിൽ വെച്ചിട്ട് നമുക്ക് മാർക്കിങ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മറുവശത്തോട്ടുകൂടി നമ്മളിതുപോലെ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് പിന്നീട് വരയ്ക്കേണ്ടി വരില്ല. ഈ ലൈന് ഒന്നുകൂടി വരച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നെറ്റിൻ്റെ ക്ലോത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തു. ഇനി സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ അംബ്രല്ല മോഡലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പറിലോട്ട് കാണിക്കുകയാണ് കേട്ടോ. ആദ്യം പേപ്പറിനെ 2ആയിട്ട് മടക്കി വീണ്ടും ഇതുപോലെ കോൺ പോലെ മടക്കി. ക്ലോത്തിൽ കാണിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതിനുശേഷം വേസ്റ്റിൻ്റെ ആ ഒരു വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ 4 ഇഞ്ചാണ് ഞാനിപ്പോൾ പേപ്പറിൽ എനിക്ക് ലെങ്ത്ത് കിട്ടുന്നത്. അതനുസരിച്ച് ഇതുപോലെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കണക്കാക്കുമ്പം നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ചും കൂടി ഈ തുണി ഇപ്പോൾ കുറവാണെങ്കിൽ, നീളം കുറവാണെങ്കിലുണ്ടല്ലോ, അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് 2 ലെയർ കിട്ടും. അടുത്ത സൈഡിലേക്ക് വരും തോറും നമുക്ക് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ വീഡിയോ കുറച്ച് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആണ് മുകളിൽ ആ വരുന്ന പോർഷൻ. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിയിൽ 2 ലെയർ മാത്രമേ ഉള്ളൂ. മുകളിലത്തെ 2 ലെയർ കണ്ടോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല മുകളിലേക്ക്. അപ്പം ചെറിയൊരു തുണിയിൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തുണി വാങ്ങിക്കാതെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഈ സ്ട്രെയിറ്റ് പോർഷൻ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, തയ്യൽ തുമ്പും കൂടി കറക്റ്റ് കയറ്റിയിട്ട് വേണം നമ്മൾ ആവശ്യമുള്ള ലെങ്ത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ബാക്കി 2 ലെയറിൻ്റെ അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഉള്ള ക്ലോത്തിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. കറക്റ്റായിട്ട് ലെങ്ത്തിൽ കിട്ടും കേട്ടോ.
അപ്പോൾ ഇത് മുകളിലത്തേത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ്. അതിന് ശേഷം അടിയിലേക്ക് കണ്ടോ, അടുത്ത പോർഷൻ ഇവിടെയാണ് നമുക്ക് കുറവ് വരുന്നത്. അതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ ഒരു സ്ട്രെയിറ്റ് പോർഷൻ സ്ട്രെയിറ്റ് അടുത്തേക്ക് അടിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ കിട്ടും. അപ്പോൾ തുണി കുറവുള്ളവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തതാണ്. അപ്പം മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ടോപ്പ് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ വിഡ്ത്ത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഇപ്പോൾ പേപ്പറിൽ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 19 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കുക കേട്ടോ. തയ്യൽ തുമ്പ് 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനുള്ളത് മുകളിൽ യോക്കുമായിട്ട് യോജിപ്പിക്കുമ്പോഴത്തെ ആ ഒരു ലെങ്ത്തും കൂടെ കൂട്ടി എടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിപ്പോൾ ലൈനിങ് ആയതുകൊണ്ട് നല്ല തുണിയേക്കാളും 1 ഇഞ്ച് കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെറ്റ് ആയതുകൊണ്ട് ഏകദേശം അടി വരത്തക്ക രീതിയിൽ 1 ഇഞ്ച് മാത്രമേ ഞാൻ കുറച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. ഇതേപോലെ തന്നെ നെറ്റും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റും കട്ട് ചെയ്തെടുത്തു ഈ ഒരു രീതിയിൽ. ഇനി ഞാൻ ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം നല്ല തുണിയിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ നെറ്റിൻ്റെ നല്ല വശത്തേക്കാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൈനിങ് വെച്ചതിന് ശേഷം നമ്മൾ ആ നെക്ക് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം നെറ്റിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതിന് ശേഷം നമ്മളിതൊന്ന് ഈ റൗണ്ട് പോർഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിൽ കൊള്ളാതെ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തു. ഇനി നമുക്ക് ഈ ലൈനിങ്ങും ആ തയ്യൽ തുമ്പും കൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഉള്ളിലേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ മുകളിൽ കൂടി ഒന്നും കൂടി പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബാക്ക് പോർഷനാണ് നമ്മൾ ചെയ്തത്. ഫ്രണ്ട് പോർഷന് ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് നമുക്ക് സിബ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ ലൈനിങ്ങും നെറ്റ് ക്ലോത്തും മാറിപ്പോകാതിരിക്കാൻ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ ക്ലോത്തുകളൊക്കെ ചെയ്യുമ്പോൾ പിൻ ചെയ്ത് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മാറിപ്പോകും കേട്ടോ. പിന്നെ നമ്മൾ സിബ്ബാണ് വെച്ച് കൊടുക്കുന്നത്, ഇൻവിസിബിൾ സിബ്ബ്. അത് നമ്മൾ കണ്ടോ ഹുക്കിൻ്റെ പോർഷൻ നമ്മുടെ നെറ്റിൻ്റെ നല്ല വശത്തേക്ക് വരത്തക്ക രീതിയിൽ ഇതുപോലെ മറച്ച് വയ്ക്കുക. എളുപ്പത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഈ സിബ്ബ്. എന്നിട്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഹുക്ക് നമ്മുടെ നല്ല തുണിയായിട്ടാണോ വരുന്നത് എന്ന് നമ്മൾ നോക്കണം. കാരണം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കറക്റ്റാണോ എന്നുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡ് ഈ സൈഡിലേക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടുത്ത പോർഷനും പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. പിൻ ചെയ്യാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ എത്രയാണേലും മാറിപ്പോവും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പം ഹുക്ക് നമുക്ക് വലിക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയിടുക. നമ്മൾ ഓൾറെഡി അവിടെ പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് മാറിപ്പോവില്ല. ഇനി നമ്മൾ അതിൽ കൂടി പൈപ്പിംഗ് ഫൂട്ട് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തതിൽ കൂടി നമ്മളിപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടു. ഇനി നമ്മൾ കണ്ടോ ഈ ഹുക്ക് വലിച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം, സിബിൻ്റെ ബാലൻസ്. ഇനി ഈ തയ്യൽ തുമ്പ് നമുക്ക് ലൈനിങ്ങിലേക്ക് മാത്രമായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കി കട്ട് ചെയ്ത് അതിന് ശേഷം ഇനി നമുക്ക് ഫ്രണ്ടും ഷോൾഡർ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം ഇനി ഷോൾഡർ ഡയറക്റ്റ് നമ്മൾ യോജിപ്പിക്കുമ്പോൾ അവിടെ കുത്തിക്കൊള്ളും നമുക്ക് മുകളിൽ ഈ ഷോൾഡറിൻ്റെ അവിടെ. അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടി തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ മുകളിൽ പതിച്ച് അടിച്ചു കൊടുത്തിട്ടില്ല നെക്കിൻ്റെ കേട്ടോ. ബാക്കിൽ നെക്ക് പതിച്ചടിച്ചതുപോലെ. അതിന് ശേഷം കണ്ടോ രണ്ട് നല്ല തുണികൾ നെറ്റ് ഒരുപോലെ വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ ഒരുപോലെ വെച്ചിട്ട് ഈ ലൈനിങ് ഫ്രണ്ടിൻ്റെ ലൈനിങ് അടിയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സാധാരണ ക്യാൻവാസൊക്കെ ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അതിന് പകരം ഇവിടെ ഇപ്പോൾ ലൈനിങ് ആണുള്ളത്. അത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്നും കൂടി ശ്രദ്ധിക്കുക, രണ്ട്
ഷോൾഡറുകളും കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ കണ്ടോ അടിയിൽ നിന്ന് ഈ ലൈനിങ് എടുത്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം അത് കറക്റ്റാക്കി വെച്ച് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ലൈനിങ് തിരിച്ച് അവിടേക്ക് തന്നെ ഇടും കേട്ടോ. അപ്പോൾ ആ 2 ഷോൾഡറുകൾ നമ്മൾ എന്നിട്ട് അടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ലൈനിങ് ബാക്കിലേക്ക് തന്നെ കൊണ്ടുപോവുക. കണ്ടോ, അടുത്ത ലൈനിങ്ങും ബാക്കിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് ഉള്ളിലായിപ്പോയി. അവിടെ വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ കുട്ടികൾക്കൊന്നും കുത്തിക്കൊള്ളാതെ നമുക്ക് ഉള്ളിലാക്കാൻ പറ്റി അതിൻ്റെ തയ്യൽ തുമ്പ്. അപ്പോൾ ഇനി ഇവിടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ പതിച്ചടിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ നെക്കൊന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് സ്ലീവ് ഏത് തരത്തിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് എടുക്കുന്നത്. നമ്മൾ ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇതിപ്പോൾ ഒരു ലെയറേ ഉള്ളൂ ഒരു സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അടിയിലേക്ക് സ്കേർട്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇതുപോലെ ഒരു ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ലീവ് നമ്മുടെ ആം ഹോള് ഇതിപ്പോൾ യോക്ക് പോർഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ആം ഹോള് കറക്റ്റാക്കി ഈ ക്ലോത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എടുക്കുക. ഞാനൊരു 7 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ ലെങ്ത്ത് എടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ആം ഹോള് യോക്കിൻ്റെ ആം ഹോള് നമ്മുടെ ഈ ക്ലോത്തിലേക്ക് അതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനുശേഷം ആ 7 ഇഞ്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് നമ്മളിവിടേക്ക് കൊണ്ടുവന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ കൂട്ടി ഞാൻ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതിയിൽ സ്ലീവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു വിരിഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ നമ്മുടെ അംബ്രല്ല പോലെ തന്നെ ഫുൾ അംബ്രല്ല ആയിട്ട് വരുന്നില്ല. ഇതിങ്ങനെ വരുമ്പോൾ ഒരു ഹാഫ് സർക്കിളായിട്ട് നമ്മളിപ്പം സ്കേർട്ട് കട്ട് ചെയ്തില്ല അതുപോലെ തന്നെ വരും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ ആം ഹോളിൻ്റെ പോർഷനും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പം തുണി നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കാൻ ഞാനിപ്പോൾ ഒരു സ്ലീവ് ആദ്യം കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും ഇത് വെച്ചിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി പോർഷനിൽ നിന്ന് വീണ്ടും നമ്മുടെ ക്ലോത്ത് ഇതുപോലെ ക്രോസ് ആക്കിയിട്ടിട്ട് ആ ഒരു സ്ലീവ് വെച്ചിട്ട് തന്നെ നമ്മൾ അടുത്ത സ്ലീവും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫുൾ സർക്കിളായിട്ടും നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഫുൾ സർക്കിളായിട്ട് ഈ നെറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി ഇങ്ങനെ വെയിറ്റ് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഒരു സൈഡ് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മടക്കി അടിക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പം നെറ്റിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും അടിച്ചിട്ട് മറിക്കുക. അതുപോലെ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് നമുക്കിവിടെ വിരിഞ്ഞിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്കേർട്ട് പോർഷൻ യോജിപ്പിക്കുന്നതിന് വേണ്ടി ലൈനിങ് കറക്റ്റാക്കി വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെറ്റും സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ രണ്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിനി യോക്കിൻ്റെ പോർഷനും സ്കേർട്ടിൻ്റെ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ആ സെൻറ്റർ ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട്, കാരണം അല്ലെങ്കിൽ ഷേപ്പ് നമുക്ക് മാറിപ്പോവും. കണ്ടോ, ഇങ്ങനെ വെച്ച് 2 സൈഡിലും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഫ്രണ്ടും ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടിയിൽ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുകയോ മടക്കി അടിക്കുകയോ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് വള്ളി വെക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ലെങ്ത്തിലും വിഡ്ത്തിലും ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആ റെഡ് കളറാണ് വള്ളി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ ഫ്രണ്ടിൽ പട്ട പോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു ഫ്ലവറാണ് കേട്ടോ, റോസിൻ്റെ ഫ്ലവറാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് താഴെ വേസ്റ്റിൻ്റെ അവിടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ നെക്കിൻ്റെ അവിടെ, അല്ലെങ്കിൽ സൈഡിൽ ഇതുപോലെ ഫ്ലവറൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ സൈഡ് ഇനി യോജിപ്പിച്ചെടുക്കുക, താഴെ മടക്കി അടിക്കുക. അപ്പോൾ ഇതിലേക്കൊരു ബോ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബോയുടെ ലെങ്ത്തിൻ്റെ വലിപ്പത്തിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് കണ്ടോ, ഇങ്ങനെ സെൻറ്ററിലേക്ക് ഈ 2 സൈഡിൽ നിന്നും നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം
രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സെൻറ്റർ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണ്ട കേട്ടോ. അങ്ങനെ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് നമ്മളൊരു വള്ളി പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് എടുക്കുക. അത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മടക്കി അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇതിങ്ങനെ ചെരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. സൈഡ് ചെരിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ അതിൽ കൂടിയാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത്. ഇവിടെയും സൈഡ് ഇങ്ങനെ ചരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് സെൻറ്റർ 1 ഇഞ്ച് വീണ്ടും രണ്ട് സൈഡിലേക്കും വിട്ട് കൊടുത്തിട്ട് കണ്ടോ നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് തിരിച്ചു, ഇനി അടുത്ത സൈഡും കൂടി തിരിച്ചെടുക്കുക. അപ്പോൾ ഫ്ലവറിൻ്റെ അടിയിലേക്ക് നമ്മളൊരു സ്ട്രാപ്പ് തൂങ്ങിക്കിടക്കുന്ന പോലെ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സൈഡൊക്കെ ഒന്ന് കോർണറുകളൊക്കെ ക്ലിയർ ആക്കി കൊടുത്ത് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ സെൻറ്റർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതിൽ കൂടി ഇതും മറിച്ചെടുത്തു. ഇനി നമുക്കിതൊരു പ്ലീറ്റ് പോലെ ബോ ഉണ്ടാക്കുന്നതിന് വേണ്ടി രണ്ട് സൈഡിൽ നിന്ന് ഓരോ പ്ലീറ്റ് എടുത്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊന്ന് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ നടുവിൽ നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കുക. അതുപോലെ ആ ബാൻഡും സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് കണ്ടോ വളരെ ഈസി ആയിട്ട് നമ്മളൊരു ബോ ഉണ്ടാക്കി. ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. അതിൻ്റെ മുകളിൽ നമ്മളൊരു ബട്ടൺ സെൻറ്ററിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഞാനിപ്പോൾ ഫ്ലവർ 3 നെക്കിൽ വെച്ച് കൊടുത്തു. അതൊന്ന് ബോയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ബാക്കിലേക്ക് നമ്മൾ വള്ളി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് നല്ല വിരിവോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.